അടുത്തയാൾക്ക് ചോദ്യം ചോദിക്കാം. എൻ്റെ പേര് മുജീബ്. എൻ്റെ ചോദ്യം, ഇവിടെ കേരളത്തിൽ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന 2 വിഭാഗം മുജാഹിദുകളുണ്ട്. ഇതിൽ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഇത് സത്യത്തിൽ KNM-ഉം വിസ്ഡവും ഒരേ ആദർശം തന്നെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതുപോലെ തന്നെ ഷെഹർ മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ചോദ്യം, ഷെഹർ മുബാറക്ക് അഥവാ കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള ഷെഹർ മുബാറക്ക് അത് ഒറിജിനൽ ആണെങ്കിൽ, അതിൻ്റെ സിഹത്തിനെ പറ്റി എനിക്കറിയില്ല, ഒറിജിനൽ ആണെങ്കിൽ ഇന്ന് വിമർശിക്കുന്ന ഈ വിമർശകരൊക്കെയും നിബിധങ്ങളെ വിമർശിച്ച വിമർശകരായി മാറില്ലേ? അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പ് മറ്റുള്ളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല എന്നാണ് എൻ്റെ ചോദ്യം. 2 ചോദ്യമാണ്. താങ്കൾ ഏത് ആശയക്കാരനാണ്? ഞാൻ AP-കാരനാണ്. അപ്പോൾ സഹോദരങ്ങളെ, 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഒന്ന്, ഇവിടെ 2 വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ, സലഫി സംഘങ്ങൾ, അത് ആദർശ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് പ്രഥമമായ ചോദ്യം. അത് സരളമായി തന്നെ മറുപടി കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. 2 ആദർശമുള്ളത് കൊണ്ട് തന്നെയാണ് 2ആയി പ്രവർത്തിക്കുന്നത്. ഒറ്റ ആദർശമാണെങ്കിൽ 1ആയി പ്രവർത്തിക്കും. നേരെ മറിച്ച് 2ആയി പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഏക ഉമ്മത്തായി അള്ളാഹു ലോകത്തിന് വഴി കാണിച്ച് സമർപ്പിച്ച ഒരു സമൂഹമാണ് ഇത്. പക്ഷെ അവർക്കിടയിൽ ഇഖ്തിലാഫുകൾ, വിശ്വാസപരമായ ഇഖ്തിലാഫുകൾ ഉണ്ടായപ്പോഴാണ് ഇക്കാണുന്ന മാനവ സമൂഹം മുഴുവൻ ഭിന്നിച്ചു പോയത്. അത് ലോകത്ത് മനുഷ്യ കുലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുസ്യൂതം ഇനിയും നടക്കുന്ന ഒരു സംവിധാനമാണ് എന്നാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് തന്നെ പറഞ്ഞ ഒരു വാചകം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒറ്റ ഗ്രൂപ്പാക്കി ആദം മക്കൾ മുഴുവൻ ഒന്നായി ഇവിടെ ജീവിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. വിശ്വാസ വൈകല്യങ്ങൾ ആളുകൾക്കിടയിലേക്ക് കടന്നു വരും. ഒന്ന് ഹക്കിന്റെ പാർട്ടിയാകും, ഒന്ന് ബാത്തിലിന്റെ പാർട്ടിയാകും. സ്വാഭാവികമായും നിങ്ങളിവിടെ ചോദിച്ച കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് അടിസ്ഥാനപരമായ അഖീദപരമായ വിഷയത്തിൽ തന്നെ നിരവധി വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും നിലനിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് വളരെ ലളിതമായി സൂചിപ്പിക്കുന്നു എന്നുള്ളൂ. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന രൂപത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്ന് ഈ സനദ് ഇതിനുണ്ടായിരുന്നെങ്കിൽ, അതാണ് ഇതിന് സനദ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനൊന്നില്ല. അതൊരു സാങ്കല്പിക ചോദ്യമാണ്. അങ്ങനൊന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊരിക്കലും അവർക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. അത് ഇതുമാത്രമല്ല, ഇന്ന് ലോകത്തുണ്ട് എന്ന് പറയപ്പെടുന്ന ഒന്നിനും, ഇന്ന് ലോകത്തുണ്ട് എന്ന് പറയുന്ന പ്രവാചകന്റേതായ കേശം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫദലാത്ത് എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സംഗതികൾ, ആ സംഗതികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും അത് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സനദ് സമർത്ഥിക്കുവാൻ കഴിയില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇത് വളരെ കൃത്യമായി സലഫികളായ ആളുകൾ വ്യക്തമായി പഠിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തുകയും അത് സമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്തതാണ്. അത് ഈ വിഷയം പഠിക്കാൻ ഇറങ്ങിയ മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാവുന്ന സംഗതിയുമാണ്. വനഹ്നു നഅലമു അന്ന ആഥാറഹു മിൻ സിയാബിൻ ഔ ശഅരിൻ ഔ ഫദലാത്തിൻ ഖദ് ഫുഖിദത്. മുഹമ്മദ് റസൂലുള്ളാഹിയുടേതായി പറയപ്പെടുന്ന പ്രവാചകന്റെ വസ്ത്രം അല്ലെങ്കിൽ പ്രവാചകന്റെ മുടി, ഈ രൂപത്തിലുള്ള പ്രവാചക തിരുശേഷിപ്പുകൾ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വലൈസ ബി ഇംകാനി അഹദിൻ ഇസ്ബാത്ത് വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ. ഖണ്ഡിതമായി റസൂലുള്ളാഹിയുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നും തന്നെ റസൂലുള്ളാഹിയുടെ ഈ ഫദലാത്തുകൾ, പ്രവാചകന്റെ തിയാബ് അല്ലെങ്കിൽ പ്രവാചകന്റെ ഷഅർ എന്ന രൂപത്തിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ അബൂബക്കർ മുസ്ലിയാരുടെ ഈ മുടിയുടെ വിഷയത്തിൽ അത് എടുക്കേണ്ടി വരുമോ എടുക്കേണ്ടി വരില്ലേ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വ്യാജമാണ്, അത് എടുക്കേണ്ടതില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ, ആ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് മുജാഹിദുകളുടെ നിലപാട് എന്താണ് എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്നൊരു പുസ്തകമുണ്ട്. AP-കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് നമ്മൾ നിർദ്ദേശിക്കുന്നത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം, ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയാൽ മതി. മാത്രമല്ല, അതിപ്പോൾ പരിഷ്കരിച്ച് അദ്ദേഹത്തിന്റെ മരുമകൻ ഒന്നുകൂടി വിശാലാക്കി അതിന്റെ പുതിയ പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ വളരെ കൃത്യമാണ്. ഇനി അതുകൊണ്ടും തൃപ്തിയായിട്ടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി നിങ്ങൾ നോക്കണം. അത് എന്താണെന്ന് ചോദിച്ചാൽ അത്തൗഹീദുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ബഹുമാന്യരായ പണ്ഡിതന്മാർ എഴുതിയ അത്തൗഹീദുൽ മുസ്തഖീം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആമയൂർക്കാരനായ നമുക്കെല്ലാവർക്കും സുപരിതനായ അലി അക്ബർ മൗലവിയും അബ്ദുസ്സലാം സുല്ലമിയും സംയുക്തമായി എഴുതിയ അത്തൗഹീദുൽ മുസ്തഖീം, ആ പുസ്തകത്തിനാണ് ആദ്യം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മറുപടി എഴുതിയത്. അവിടെ തബറുഖ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് വായിച്ചു നോക്കിയാൽ പ്രശ്നം തീരും. ഇനി അത് പോരെങ്കിൽ സി പി
CP ഉമർ സുല്ലമി അദ്ദേഹം തൗഹീദ് സമഗ്ര പഠനം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പേജ് കീറിയ ബുക്കും കിട്ടും, കീറാത്ത ബുക്കും കിട്ടും. അപ്പൊ പേജ് കീറാത്ത ബുക്ക് കിട്ടിയാൽ ആ ബുക്ക് നോക്കിയാൽ അതിലും ഈ വിഷയം സമഗ്രമായി സംസാരിക്കുന്നത്, ഈ വിഷയത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്താണ് എന്ന് കാണാൻ കഴിയും. ആ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഒന്നുകൂടി ആധികാരികമായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സലാം സുല്ലമിയുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, CP ഉമർ സുല്ലമിയുടെ തൗഹീദ് സമഗ്ര പഠനം എന്ന ബുക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഈ തൗഹീദ് വിഷയത്തിൽ മുജാഹിദുകൾക്ക് മറുപടി എഴുതിയ പുസ്തകം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഈ വിഷയത്തിലെ നിലപാട് അസ്സഹാബതു ബഅദ ബൗതിഹി ലം യക മിൻ അഹദിൻ മിൻഹും ശൈഉൻ മിൻ ദാലിക ബിന്നിസ്ബതി ഇലാ മൻ ഖൽഫിഹി من خلفه إذا لم يترك النبي صلى الله عليه وسلم بعده في الأمة أفضل من أبي بكر الصديق فهو كان خليفته ولم يفعل به شيء من ذلك ولا عمر ولا كان أفضل الأمة بعده ثم كذلك عثمان ثم علي ثم سائر الصحابة الذي لا أحد أفضل منهم في الأمة ثم لم يثبت لواحد منهم من طريق صحيح معروف أن متبركا تبرك به على أحد تلك الوجوه أو نحوها بل اقتصروا في شأنهم على اقتداء بهم في الأفعال والأقوال والسير التي اتبعوا فيها النبي صلى الله عليه وسلم فهو إذن إجماع منهم على ترك تلك الأشياء. സ്ഥിരപ്പെട്ട റസൂലുള്ളാഹിയുടെ ഫളലാത്ത് എന്ന നിലക്ക് സ്ഥിരപ്പെട്ടതുകൊണ്ട് സ്വഹാബത്ത് തബറുക്ക് എടുത്തു, സ്വഹാബത്ത് അത് സ്വീകരിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം, അസ്വഹാബത്തു ബഅദ മൗതിഹി ലം യക മിൻ അഹദിൻ മിൻഹും ശൈഉൻ മിൻ ദാലിക ബിന്നിസ്ബതി ഇലാ മൻ ഖൽഫഹു, പ്രവാചകന്റെ കാലശേഷം വന്ന ഒരാളിലേക്കും ചേർത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ പല ആളുകളും വന്നു. അത്തരം ആളുകളിലേക്കൊന്നും ചേർത്തി തബറുക്ക് എടുക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഫഹുവ ഇദൻ ഇജ്മാഉൻ മിൻഹും അലാ തർകി തിൽകൽ അഷ്യാ, നേരെ മറിച്ച് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ പ്രവാചകന്റെ ഖുസൂസിയത്തിൽപ്പെട്ട ഈ കാര്യം മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതെ റസൂലുള്ളാഹിൽ മാത്രം അത് മുഖ്തസാക്കി എന്നുള്ളത് സഹാബത്തിന്റെ ഇജ്മാ ആണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയ ഫളലാത്തുകൾ കൊണ്ട് തബറുക്ക് എടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നവരാണ് സലഫികൾ. അതിന് തെളിവുകളാണ് സലാം സുല്ലമി തൗഹീദ് ഒരു സമഗ്ര പഠനം വായിക്കാം, CP ഉമർ സുല്ലമി എഴുതിയ തൗഹീദ് സമഗ്ര പഠനം വായിക്കാം, അലി അക്ബർ മൗലവിയും സലാം സുല്ലമിയും സംയുക്തമായി എഴുതിയ തൗഹീദുൽ മുസ്തഖീം വായിക്കാം. എന്നിട്ടും വായിച്ചിട്ട് മനസ്സിലായില്ല എങ്കിൽ ആ പുസ്തകത്തെ നിരൂപണം ചെയ്ത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ തൗഹീദ് ഒരു സമഗ്ര പഠനം വായിച്ചാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ വിഷയത്തിലെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് തെളിവ് സഹിതം സൂചിപ്പിക്കാനുള്ളത്. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ മറുപടി പറഞ്ഞത്, സൗർബാറക്കുമായിട്ട് മറുപടി പറഞ്ഞത്, അതിന് സനദില്ല എന്നതാണ് ആധികാരികമായിട്ട്, അതുകൊണ്ട് തബറുക്ക് എടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയല്ലേ? സനദില്ലെന്ന് മാത്രമല്ല, അത് യഥാർത്ഥ മുടിയല്ല എന്നാണ് പറഞ്ഞത്. സനദില്ലാത്ത മാത്രമല്ല, സനദില്ല എന്നുള്ളത് അതിനുണ്ട്, അത് വ്യാജമാണ്, അത് റസൂലുള്ളാഹിയുടേതല്ല. അതുകൊണ്ട് ഒന്നുകൂടി ആധികാരികമായി ഉറപ്പിച്ചെന്ന് പറയട്ടെ, AP കാരൻ എന്ന നിലക്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. 13 കൊല്ലമായി ആവർത്തിക്കുന്ന വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഇത് റസൂലുള്ളാഹിയുടേതാണ് എന്ന് തെളിയണം മാത്രമല്ല, ഈ മുടിയുടെ ഉടമ ഒരു റസൂലാണെന്ന് തെളിയണം. അത് തെളിയിക്കാൻ ഞങ്ങൾ വളരെ ആധികാരികമായിട്ടാണ് വെല്ലുവിളിക്കുന്നത്. ഇത് വളരെ റിസാലത്തിന്റെ വിഷയമെന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല എന്ന് പറയാൻ കാരണം അതാ, നിങ്ങൾക്കും ഇത് ഏറ്റെടുക്കാം. ഇത് റസൂലുള്ളാഹിയുടെ മുടിയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ആ വിഷയം നെഞ്ചുറപ്പോടെ ഏറ്റെടുത്ത് നിങ്ങളൊരു സംവാദത്തിന്, അതും ഈ മഞ്ചേരി അങ്ങാടിയിൽ ഇതേ പറമ്പിൽ വെച്ച് പരസ്യമായ ഒരു സംവാദത്തിന് ഞങ്ങൾ ഈ വിഷയത്തിൽ തയ്യാറാണ്. മനസ്സിലാക്കണം, ഇത് വെറും കളിയല്ല. ഞങ്ങൾ ഇത് ചുവട് പിടിച്ചിറങ്ങിയതാ. നിങ്ങൾ എഴുതി വെച്ച ബുക്ക് കെട്ടുകൾ ഇവിടെ ഉണ്ട്. ബുക്ക് കെട്ടുകൾ എവിടുന്നാ വന്നത് എന്നുള്ള ബുക്ക് കെട്ട് അതൊന്നും ഇങ്ങോട്ട് എടുത്തിട്ടില്ല. വേണ്ടി വന്നാൽ ഞങ്ങൾ എടുത്തിവിടെ നിരത്തും. ഇവിടെ വെച്ച് ഞങ്ങളത് സമർത്ഥിക്കും. അതുകൊണ്ടാണ് ആധികാരികമായി അടുക്കളയിൽ നിന്ന് അടക്കം പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉറക്കെ ഞങ്ങൾ പറയുകയാണ്, ഈ മുടിയുടെ ഉടമ റസൂലാണ്, ഒരു റസൂലിന്റെ മുടിയാണ് എന്ന് തെളിയിച്ചാൽ തീർച്ചയായും അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് ഞങ്ങൾ ചെയ്യും. പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് റസൂലുള്ളാഹിയുടെ മുടിയല്ലെന്ന് മാത്രമല്ല, ഇത് പ്രവാചകന്റെ പേരിൽ പറയുന്ന കളവാണെന്ന് മാത്രമല്ല, ഇത് റിസാലത്തിൽ കൈകടത്തലാണ്. അബൂബക്കർ മുസ്ലിയാർ റിസാലത്തിൽ കൈകടത്തിയതാണ്. അഥവാ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന വ്യക്തി കാഫിറാണെന്ന് മുസ്ലിം ഉമ്മത്ത് വിധി പറയാൻ കാരണം പ്രവാചകനല്ലാത്തത്, റിസാലത്തില്ലാത്തത്, റസൂലുള്ളാഹിയുടെ ഭാഗമല്ലാത്തത് റസൂലാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അതേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ ഈ ഉമ്മത്ത് പുറംതള്ളിയതെങ്കിൽ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് റസൂലുള്ളാഹിയുടേതാണ് എന്ന് തെളിയണം, ഇതിന്റെ ഉടമ റസൂലാണെന്ന് തെളിയണം. അശ്ഹദു അന്ന സാഹിബു ഹാദാ ശഅർ, ഈ മുടിയുടെ ഉടമയാണ് എന്റെ റസൂൽ എന്ന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ ദലീലുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാം. കഴിഞ്ഞ ദിവസം ബഹുമാനനായ വഹാബ് സഖാഫി പ്രതികരിച്ചത് ഞങ്ങൾ മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നതാണ്. ഞങ്ങളത് പറഞ്ഞു.
കുവൈത്ത് കരാർ വായിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. കാര്യം മുസ്ലിമീങ്ങളിൽ പല ആളുകളുണ്ട് എന്ന് പറഞ്ഞതും ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകളെ കുറിച്ചാണ്, പ്രവാചകന്റെ പള്ളികൾ നിസ്കരിക്കുന്നവരെ കുറിച്ചാണ്, പ്രവാചകന്റെ പിന്നിൽ യുദ്ധത്തിന് പോകുന്നവരെ കുറിച്ചാണ്. അതുകൊണ്ട് ആ ഗണത്തിൽ നിങ്ങളെയും അംഗീകരിക്കാൻ ഞങ്ങൾ ഒരുക്കം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ സംവാദത്തിന് വരണം. അപ്പോ സനത് മാത്രമല്ല, സനദിന്റെ തട്ടിപ്പുകൾ, സനദിന്റെ ആ വർത്തമാനങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കുല്ലും തട്ടിപ്പാട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇത് കുല്ലും ബാത്തിലാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. സനതുമില്ല മത്തിനുമില്ല, ഇതിന് സനതുമില്ല മത്തിനുമില്ല. ഇതിന്റെ സനതും പോക്കാണ്, മുടിയും പോക്കാണ്. അത് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സനദില്ലെന്നല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. സനതുമില്ല, അതിന്റെ മത്തിനുമില്ല, ഇത് രണ്ടും വ്യാജമാണ് എന്നാണ് ഞങ്ങളുടെ നിലപാട്. എൻ്റെ ചോദ്യം, ആദ്യം നിങ്ങൾ പറഞ്ഞ ഇഷ്ടവും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആദർശം എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. മുടി തീരുമാനമായോ? ബിസ്റ്റൻകാരെ ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ബിസ്റ്റൻകാർ മുഖാമുഖം വെച്ച മൂല്യന്മാരിങ്ങനെ നിരന്നിരിക്കും. കാര്യം അവർക്കറിയാം അവരെ കറക്കേണ്ടത് എങ്ങനെയാണ്. ഞങ്ങൾ മുഖാമുഖം വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ അന്തസ്സോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഓജസ്സുള്ള ഒരൊറ്റ കാന്തപുരം സമസ്തക്കാരനും ഈ ഉലകിലില്ല എന്നതിന്റെ ദലീല ഇവിടെ മനസ്സിലാക്കണം. ഇത് തുറന്ന സംവാദം എന്നാ പറഞ്ഞ ഞങ്ങള്, മുഖാമുഖമൊന്നുമല്ലല്ലോ നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ഞങ്ങൾ ഇവിടെ പറയാം തുറന്ന സംവാദം എന്നാ. എന്നാൽ വിസ്തംകാർ പരിപാടി ചോക്കട്ടെ, നിരന്നിരിക്കും മൂല്യമാർക്ക് അറിയാം അവരെ കറക്കേണ്ടത് എങ്ങനെ. അതാ കഴിഞ്ഞ ദിവസം വിദേത്തുൽ ഹസനൊക്കെ കറങ്ങി പോയത്, നബാത്തി ഹുത്തുബയൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങിയത്. അപ്പൊ മനസ്സിലാക്കണം, ഇവിടെ ഈ ഉലകിൽ ജീവിക്കുന്ന കാന്തപുരം സമസ്തക്കാരൻ അഭിമാനബോധത്തിന്റെ അംശം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആധികാരികമായി അവന്റെ ഉസ്താദ് കൊണ്ടു നടക്കുന്ന തട്ടിപ്പിനെ തുറന്നു കാണിക്കാൻ വേണ്ടി അവതരിപ്പിച്ച പരസ്യമായുള്ള ഈ തുറന്ന സംവാദത്തിൽ നെഞ്ചൂക്കോടെ വന്ന് അവൻ ചോദിക്കുമായിരുന്നു. അവർക്കറിയാം ഇതിൽ തൊട്ടാൽ പൊള്ളുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് സനതും പോക്കാണെന്നും മുടിയും സനതും അതുപോലെ തന്നെ മഥനും പോക്കാണെന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ വിസ്തംകാരെ സംബന്ധിച്ച്. നിങ്ങളോട് മുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഷൗറുമാർക്കുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ചാൻസ് ഇല്ല എന്ന് നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ ചർച്ചയ്ക്ക് വരണ്ടാണ്. കാരണം നിങ്ങൾ അതിനെ പറഞ്ഞു എന്താണ്, അങ്ങനെ ഒരു മുടി ലോകത്ത് എവിടെ ഇല്ലാന്ന്. പിന്നെ എന്തിനാണ് ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യം? നിങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? അങ്ങനെ ഇല്ല എന്ന് ഞങ്ങൾ പറയുമ്പോ ഉണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? കാര്യം ഇത് വെച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങളുടെ ബിസിനസ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വന്നിട്ട് ഏതെങ്കിലും CIT-കാർക്കെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ ചുമട്ടു തൊഴിലാളികൾക്കെതിരെ സംസാരിച്ചാൽ ഇവിടെ CIT-കാരോ NTC-കാരോ വെറുതെ ഇരിക്കോ? ചുമട്ടു തൊഴിലാളികൾക്കെതിരെ സംസാരിച്ച ഒരു രംഗത്തുമില്ല. ഒരു കച്ചവടമല്ലേ അത്? ഇതുപോലെ നിങ്ങളുടെ കച്ചവടമല്ല ഇത് വെച്ചിട്ടല്ലേ നിങ്ങൾ കോടികൾ കൊണ്ട് അമ്മാനമാടുന്നത്? അത് വെച്ചിട്ടല്ല ഇവിടെ നിങ്ങൾ സ്വർഗം പണിയുന്നത്? ഇത് വെച്ചുകൊണ്ടല്ലേ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നത്? ഇത് വെച്ചുകൊണ്ടല്ലേ റബീഉൽ അവ്വൽ മാസവും അല്ലാത്ത മാസങ്ങളിലും നിങ്ങൾ നിങ്ങളുടേതായ അജണ്ടകൾ നടപ്പാക്കുന്നത്? അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒന്നില്ല എന്ന് മുജാഹിദുകൾ സലഫികൾ കൃത്യമായി രേഖകൾ ഉദ്ധരിച്ച് സമർത്ഥിക്കുമ്പോ ഈ രൂപത്തിൽ സമുദായത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന മൂല്യന്മാര് സമൂഹത്തെ കൊള്ളയടിക്കാൻ ഇറങ്ങിയ ആളുകൾ അവർ മറുഭാഗത്ത് വന്ന് നിന്നിട്ട് ആധികാരികമായി തെളിയിക്കണം. വഹാബി നീ പറയുന്നത് പോലല്ല, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ശൈഖന്മാരുടെ കയ്യിലുണ്ട്, അതിന് ആധികാരികതയുണ്ട് എന്ന് തെളിയിക്കണം. അതാ ചെയ്യേണ്ടത്. അല്ല ഞങ്ങളില്ല എന്ന് പറയുമ്പോഴൊക്കെ ഓടുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കാൻ പാടില്ല. ഞങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഞങ്ങൾ പലതും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കൊണ്ടുവരുന്ന തട്ടിപ്പുകളെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, പ്രമാണത്തിൽ നടത്തുന്ന കൈക്രിയകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നബിദിനം പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ നബിദിനത്തിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പോവാണോ ചെയ്യേണ്ടത്? ആണോ? അതല്ല, നിങ്ങൾ ഖണ്ഡനത്തിൽ വരികയാണോ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അപ്പോ നിങ്ങൾക്ക് തന്നെ ഇതിൽ വിശ്വാസം ഇല്ല, അതന്നെ കാര്യം. അപ്പോ ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഇത് അബൂബക്കർ മുസ്ലിയാരെ തട്ടിപ്പ് നടത്തുകയാണ് എന്ന് മനസ്സിലായി. അത് റസൂലുള്ളാഹിന്റെ പേര്. പക്ഷേ കുറ്റബോധമൊന്നും ഞങ്ങൾക്കില്ല, കാര്യം അത് റസൂലുള്ളാഹിന്റെ പേരിലല്ലേ. അതേ സമയത്ത് വേറെ ഏതെങ്കിലും രംഗത്താണെങ്കിൽ നിങ്ങൾ മുന്നിലുണ്ടാവും. അപ്പോൾ ഇത് വളരെ കൃത്യമാണ് സംഗതി. മുടി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഈ കേശം അത് റസൂലുള്ളാഹിയുടേതല്ലെന്നും അത് വമ്പൻ തട്ടിപ്പാണ് എന്നും കാന്തപുരം സമസ്തക്കാർക്ക് തന്നെ മനസ്സിലായി എന്നാണ് ചോദ്യകർത്താവിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൗറുമാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്, അതായത് ഷൗറുമാർക്കുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും അതുപോലെ തന്നെ അതിനെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഒറിജിനൽ ഷൗറുമാർക്കിനെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ആളുകളുടെയൊക്കെ മറ്റുള്ള ഇബാത്തുകളൊക്കെ അത് കാരണമായി നഷ്ടപ്പെടുമെന്ന്, റസൂലുള്ളാഹിനെ വിമർശിച്ച കാരണമായി നഷ്ടപ്പെടുമെന്ന് ചോദ്യം മറുപടിയില്ല. ഉറപ്പല്ലേ? അതല്ലേ അബൂബക്കർ മുസ്ലിയാർക്കെതിരെ ഞങ്ങൾ കൊടിയെടുത്തത്. ഞങ്ങൾ അബൂബക്കർ മുസ്ലിയാർക്കെതിരെ കൊടിയെടുക്കാൻ കാരണം ഉമ്മത്തിന്റെ അമല് പൊളിക്കുകയാണ് അയാള്. കാരണം റസൂലുള്ളാഹിന്റെ പേരിലാണ് ഈ തട്ടിപ്പ്, പ്രവാചകന്റെ പേരിലാണ് ഇല്ലാ കഥ പറയുന്നത്, പ്രവാചകന്റെ പേരിലാണ് കള്ളക്കച്ചവടം ചെയ്യുന്നത്, പ്രവാചകനെയാണ് നിന്ദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യാജമാണെന്ന് 100% തഹ്ഖീഖ് ചെയ്തതിനു ശേഷം തന്നെയാണ് പരസ്യമായി ഞങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോ റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകതയെ നിഷേധിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചാൽ അവനും ദീനിൽ നിന്ന് പുറത്താണ്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അസ്ല്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ല്. അത് വെറും വർത്താനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എന്ന് പറയുമ്പോ ഈ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം തിരിച്ചു പണിയാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? എന്റെ കയ്യിലുള്ള മുടി, ആ മുടിയെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാണെങ്കിൽ അതിനെ നിന്ദിച്ചാൽ അവര് പൊളിയൂലേ? നാണെങ്കിലല്ലേ പൊളിയുള്ളൂ. ഇതല്ല, അല്ലെന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഏത് പ്രവാചകനെ? ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് കിളി കൂട്ടി കളിക്കാനുള്ളതല്ല, ഏതെങ്കിലും കക്ഷികൾക്ക് അവരുടെ കച്ചവടം നടത്താനുള്ളതല്ല. നേരെ മറിച്ച് ലോകത്തിന്റെ നേതാവിനെ തിരിച്ചറിയണം, ഹബീബിനെ തിരിച്ചറിയണം. ഇക്ഫീക അൻ കുല്ലി മദ്ഹിൻ മദ്ഹു ഖാലിഖഹു മദ്ഹു ഖാലിഖിഹി വഅഖറ ബി റബ്ബിക മബ്ദാ സൂറത്തുൽ ഖലമി. ആ റസൂലുള്ളാഹിയെ അറിയണമെങ്കിൽ, ആ റസൂലുള്ളാഹിയെ മദ്ഹ് പറഞ്ഞത്, ആ റസൂലുള്ളാഹിയെ പുകഴ്ത്തിയത്, ആ റസൂലുള്ളാഹിയെ പ്രതിഷ്ഠിച്ചത്, ആ റസൂലുള്ളാഹിയെ അവതരിപ്പിച്ചത് റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. റബ്ബുൽ ആലമീനാണ്. നൂൻ والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإنك لأجرا غير ممنون وإنك لعلى خلق عظيم. അത് റബ്ബിന്റെ പ്രതിഷ്ഠയാണ്, അല്ലാഹുവിന്റെ അവതരണമാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല സമർപ്പിച്ചതാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. റസൂലിനെ പറ്റിയാ പറഞ്ഞത്. ഇന്നക ലമിനൽ മുർസലീൻ. അബൂബക്കർ മുസ്ലിയാർക്കും ചില കാന്തപുര സമസ്തക്കാർക്കും തട്ടിക്കളിക്കാനുള്ള ആളല്ലത്. അത് അള്ളാഹ് അവതരിപ്പിച്ച ആളാണ്, അള്ളാഹ് ഇറക്കിയ ആളാണ്, അള്ളാഹ് ഇസ്മത്ത് നൽകിയ ആളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയ വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലമിനൽ മുർസലീൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആളാണ്. അലാ സിറാത്തി മുസ്തഖീം, നേരിന്റെ വഴിയിൽ നയിക്കുന്ന പ്രവാചക, അങ്ങ് മുർസലീങ്ങളിൽ പെട്ടയാളു തന്നെയാണെന്ന് അള്ളാഹ് പറഞ്ഞ ആളെയാണ് അബൂബക്കർ മുസ്ലിയാർ അപമാനിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ പിടുത്തം പിടിച്ചത്. വെറുതെ അല്ല, ഞങ്ങളെ ഇളക്കി ഞങ്ങൾ കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരും. കാരണം വെച്ചാൽ ഈ രൂപത്തിൽ വളരെ അപകടകരമായ കാര്യമാണ് റസൂലുള്ളാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ജാലിയൻവാലയുടെ പേരിൽ കള്ളസനത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട്, പ്രവാചകന്റെ പേരിൽ കള്ളസനത് ഉണ്ടാക്കി കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം, ഈ വാക്ക് ഹക്കാണോ? തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷഹർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. सनत मोए मुबारक फारसीलाना मोए नोया हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मोए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालियांवाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ മുസ്ലിങ്ങളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലി ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाखे मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज तकाफत सुन्नियत इस्लामिया कारंदूर जिला कारिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിന്റെ ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് തക്കാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मोए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഹർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ആദ്യം പറഞ്ഞപ്പോ തക്ബീർ വരുന്നില്ല, അപ്പൊ രണ്ടാമത് സനദാണിത്. തക്ബീർ ഇല്ലാതെ ഇങ്ങനെ അത് പൊലിപ്പിക്കണ്ടേ? ഇനി ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയൻവാല. പിന്നെ കോൻ ഹേ മൗലാന ഇഖ്ബാൽ വലി ജാലിയൻവാല കോൻ ഹേ? ഞങ്ങൾ ചോദിക്കാണ്, സംസാരത്തിനുണ്ടോ, ചർച്ചക്കുണ്ടോ? ഒരു വലിയ ജനതയെ മുന്നിലിരുത്തിയിട്ട് ഈ പറയുന്ന ലോക്കൽസ് അല്ല, നേരെ മറിച്ച് മുദർരിസ്മാര്, ഖത്തീബുമാര്, മുത്തവ്വിലോദി ആളുകള്, ഡിഗ്രി എടുത്തവര്, ആ മൂല്യമാരെ മുന്നിലിരുത്തിയിട്ടാണ് അബൂബക്കർ മുസ്ലിയാർ ഈ തുഴയണ്. അപ്പൊ മൂപ്പരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണ്, മൂപ്പരുടെ സാമർത്ഥ്യത്തിനുണ്ട്, ആലോചിച്ച് നോക്ക്. ഇനി ആദ്യത്തെ ആൾ തന്നെ മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയൻവാല. അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അസയ്യിദ് അബ്ദുല്ലാഹ് അൽ ഖാദിരി, അസയ്യിദ് നിസാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി. ഇങ്ങനെ വായിച്ചു പോവുകയാണ്, ഇങ്ങോട്ട് പോയി എവിടെ എത്തുന്നറിയോ? ഇത് മുഹീദ്ദീൻ ഷെയ്ഖ് വഴി, പിന്നെ അവിടുന്ന് പിന്നെ നേരെ മുഹീദ്ദീൻ ഷെയ്ഖ് എത്തിയ പിന്നെ ഹസനും ഹുസൈനും ഒക്കെ കയറാലോ, അങ്ങോട്ട് എത്തി അലി ഇബ്നു അബി ത്വാലിബ് വഴി അങ്ങനെ കയറിപ്പോവാണ്. എത്ര മനുഷ്യരുടെ മേലാണ് നമ്മൾ അടിച്ചു കയറ്റിയത്. ഇത് പരസ്യമായി വായിച്ചതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ആക്ഷേപം പറഞ്ഞു പോവല്ല. ഇരിക്ക് നിങ്ങള്
വന്ന് നിൽക്ക് നിങ്ങള്. അബൂബക്കർ മുസ്ലിയാർക്ക് ആവതില്ലെങ്കിൽ മകൻ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്ക്. പ്രവാചകന്റെ പേരിൽ പറഞ്ഞ കളവിന് മറുപടി പറയാൻ. ആ റസൂലുള്ളാഹിയുടെ പേരിൽ അവതരിപ്പിച്ച, അല്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവല്ല. ഇത് വേറെ എന്തെങ്കിലും വിദ്വേഷമല്ല, ഇത് ഗ്രൂപ്പിസോ അല്ല, ഇത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്, ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം, ഇത് വ്യാജമാണ്, ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ബഹുമാന്യനായ AP സമസ്തയിൽ ഉണ്ട് എന്ന് പറഞ്ഞ ആൾ തന്നെ ഇവിടെ മുന്നിലുള്ള സ്ഥിതിക്ക് അദ്ദേഹം ഇത് ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് ഈ പറയുന്ന ആളുകളെ ഔദ്യോഗികമായി കൊണ്ടുവരണം. എന്നിട്ട് ഈ വിഷയം പരസ്യമായി തന്നെ ചർച്ച ചെയ്യണം. ഞങ്ങൾ പറയുന്നു ഇത് റസൂലുള്ളാഹിയുടേതല്ല, ഇത് റസൂലുള്ളാഹിയുടെ പേരിലുള്ള വ്യാജമാണ്, പ്രവാചകന്റെ പേരിലെ വ്യാജമാണ്. ഏതുപോലെ ലോകാവസാന ഘട്ടത്തിൽ മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞ ആൾ വരും. അതുകൊണ്ട് മസീഹു ദജ്ജാൽ ഇപ്പോ യഥാർത്ഥ മസീഹായി കൂടെ എന്ന് വിചാരിച്ച് മൂപ്പർ പുറകെ കൂടണോ? അങ്ങനെ കൂടണോ? മസീഹു ദജ്ജാൽ ഈസാ നബി വരും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ? അതെ. നബി പറഞ്ഞല്ലേ ഈസാ നബി വരും? അതേ വരും. ഖുർആൻ പറഞ്ഞല്ലേ ഇന്നഹു ലഅലമുൽ ലിസാ? അതെ. അതുകൊണ്ട് മസീഹു ദജ്ജാൽ വരുമ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കണം. എന്താ ഈ പറയുന്നത്? റസൂലുള്ളാഹിന്റെ തിരുകേശ അല്ലെങ്കിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ടത് എന്ത് കിട്ടിയാലും ഞങ്ങൾ വിടൂല. നിങ്ങൾ അങ്ങനെ ഒന്നും സംശയിക്കണ്ട. ഞങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടത് മുഴുവനും, അള്ളാഹ് ആദരിക്കാൻ പറഞ്ഞത് മുഴുവനും, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞത് മുഴുവനും അത് നെഞ്ചോട് ചേർത്ത് വെച്ച് വിട്ടുകളയാതെ അണച്ചുപിടിക്കാൻ ഞങ്ങൾ ഒരുക്കാണ്. അതിന്റെ അർത്ഥം മസീഹു ദജ്ജാൽ വന്നാൽ ദജ്ജാലിന്റെ പുറകെ പോകണം, അയാൾ മസീഹ് എന്ന് പറയും, അതുകൊണ്ട് അയാൾ പുറകെ പോകണമെന്നല്ല. ഇത് മസീഹു ദജ്ജാൽ പോലെ വ്യാജനാണ്. ഞങ്ങളുടെ പ്രവാചകന്റെ പേരിൽ നുണ പറഞ്ഞു കൊണ്ടുവന്നതാണ്. ആരാന്റെ മുടി കൊണ്ടുവന്നത് റസൂലിന്റെതാണെന്ന് പറയാം. അത് റിസാലത്തിൽ ഇടപെടുകയാണ്. ആ റിസാലത്തിൽ ഇടപെടുമ്പോൾ പ്രവാചകനല്ലാത്തത് പ്രവാചകന്റെ പേരിൽ പറയുകയോ അല്ലെങ്കിൽ പ്രവാചകനല്ലാത്തതിനെ പ്രവാചകത്വമായി അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ രിദ്ദത്തിലേക്കുള്ള വഴി തുറക്കുന്നുണ്ട്, മുർത്തത്തിലേക്കുള്ള വഴി തുറക്കുന്നുണ്ട്. അത് ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതല്ല എന്ന് പറയുമ്പോൾ അത് കൊണ്ട് നടക്കുന്ന ആളുകൾ ആണ് റസൂലുള്ളാഹിയുടേതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ബഹുമാനായ ചോദ്യകർത്താവിനോട് സൂചിപ്പിക്കാനുള്ളത്. വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ് കുറച്ച് ശക്തമായി സംസാരിക്കുന്നത്, വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, നിങ്ങളോട് വ്യക്തിപരമായ ദേഷ്യമുള്ള ആളുമല്ല. നേരെ മറിച്ച് വിഷയത്തിന്റെ മെറിറ്റിൽ കൃത്യമായി തന്നെ അതിന്റെ ഗൗരവത്തിൽ സംസാരിക്കും. അത് ചോദ്യകർത്താവ് മനസ്സിലാക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അപ്പം ഞാനും എൻ്റെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഷെറു മാർക്കിനെ വിമർശിക്കുന്ന വിമർശകരെ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല, നോമ്പ് വെക്കേണ്ടതില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആൾക്കാരൊന്നും നിസ്കരിക്കാണ്ട് നോമ്പ് വെക്കേണ്ട. കാരണം അവർ ഷെറു മാർക്കിനെ വിമർശിച്ച കാരണം കൊണ്ട് തന്നെ അവർ മൊത്തത്തിലേക്ക് തള്ളപ്പെടാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ അടുത്ത ചോദ്യമൊക്കെ വരുന്നു. പൊതുവെ ഈ വിഷയങ്ങളിൽ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഇത് യഥാർത്ഥ മുടിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾ ബഹുമാനിക്കണ ഉസ്താദിനില്ലേ, നിങ്ങളെ സംഘടനാ നേതാക്കന്മാർക്കില്ലേ? അതല്ലാതെ നിങ്ങളിപ്പോൾ പറഞ്ഞത് യഥാർത്ഥ മുടിയാണ്, അപ്പം ഞങ്ങളിതിനെ തള്ളുന്നു, അപ്പം ഞങ്ങൾ അമ്മൽ ഭാഗത്തിലാവുന്നു എന്നാണ്. പക്ഷെ ഇവിടെ ചർച്ച ഞങ്ങൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ സുന്നികൾ എന്ന് പറയപ്പെടുന്ന മഹാഭൂരിപക്ഷ ആൾക്കാർക്ക് ഇത് സംശയമാണ്. സംശയമല്ല, സംശയമില്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല എന്നുള്ളതിന് സംശയമില്ല. ഭൂരിഭാഗം ആൾക്കാർക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പൊന്മുളക്ക് ഉറപ്പില്ല. പൊന്മുള പറഞ്ഞത് അത് ഉസ്താദ് ഉറപ്പിച്ചിട്ട് കൊണ്ടുവരേണ്ടി, ഒന്ന് കൂടി ആലോചിച്ച് കൊണ്ടുവരേണ്ടി ഈ ജാതി ആൾക്കാരെ മുമ്പിൽ വെക്കാനുള്ളതിലേന്നാണ്. അതേപോലെ തന്നെ അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നൗഷാദ് ഹസനെ? നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ആ നൗഷാദ് ഹസൻ നമ്മളൊക്കെ നമ്മളെ പണ്ഡിതന്മാരായിട്ട് എത്ര സ്ഥലത്ത് ഈ വിഷയം ഖണ്ഡന പ്രസംഗം നടത്തിയതാ. അന്നൊക്കെ ആ മനുഷ്യനെ ഈ സനതൊന്ന് വായിക്കാനുള്ള പൂതി എത്രയിനി. പക്ഷേ എന്താ ഉണ്ടായത്? മൂപ്പരങ്ങനെ ന്യായീകരിച്ച് നടന്നത് ശരിയാന്ന് എഴുതിയിട്ട് ഇപ്പം മൂപ്പരും പറഞ്ഞു ഇത് യഥാർത്ഥ മുടിയല്ല. ഇനി നിങ്ങൾക്കും കൂടി ബോധ്യപ്പെടാണ്ടാവുള്ളൂ. കാന്തപുരം മുസ്ലിയാർക്ക് പക്ഷേ ബോധ്യമായി ഉണ്ടാവും, കാരണം മൂപ്പർക്ക് കറക്റ്റ് അറിയാലോ. ആ വായിച്ച് നേരത്തെ പറഞ്ഞില്ലേ ഇത് ഹസറജ് കൊണ്ടുവന്ന മുടി അത് സനദാന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ കൊണ്ടുവന്നത് വായിച്ചത്. അത് സനദ അല്ലല്ലോ. അല്ലാന്ന് പേരോട് തന്നെ കാന്തപുരം തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ, പേരോട് തന്നെ പറഞ്ഞല്ലേ. അപ്പൊ ആ നിലക്ക് കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി എന്നല്ല, അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തൊക്കെ അസർ മൂപ്പരെടുത്തുണ്ടോ ഒന്നിനും മൂപ്പര് തന്നെ പറഞ്ഞുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ പറഞ്ഞ പോലെ സനദാണ്. അങ്ങനെ സനദ് മുത്തസിലായ നിലക്ക് ഒന്നും ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉണ്ട് എന്ന് അവർക്ക് വാദം ഉണ്ടാവുമല്ലോ, അതിൽ അവരെ അന്ധമായി വിശ്വസിക്കണമെന്നാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഉണ്ടെങ്കിൽ അവരും തയ്യാറാക്കി. നിങ്ങൾ ഇതല്ലേ വളരെ സിമ്പിളായ സംഗതിയല്ലേ, മനുഷ്യന്മാർ കേൾക്കണില്ലേ? മഞ്ചേരിയങ്ങാടിലല്ലത്. നേരത്തെ കുറച്ചും പിന്നെ പറഞ്ഞു ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ എല്ലാ ആളുകളും ഒരു കാര്യത്തിലേക്ക് എല്ലാവരും ആളുകളും നന്നാവുകയില്ല, ഒരു കാര്യത്തിലേക്ക് എത്തിവിടുകയില്ല. അങ്ങനെ ഇവിടെ സനദ് ഹാജരാക്കി നിങ്ങളെയും കൂടി ഇവിടെ തൊഴിലേക്ക് ആക്കിയിട്ട് അപ്പോൾ ഇത് ലലാലത്തിന് ആൾക്കാർ വേണ്ടേ? അപ്പോൾ ലലാലത്തിന് ആൾക്കാരുണ്ടാവില്ല അങ്ങ് വരുമ്പോൾ. ഈ സനദ് ഹാജരാക്കേണ്ട പാരാ ഇതിപ്പോ ഞങ്ങളെ പണിയാ. ഇവിടെ ലലാലത്തിൽ ഇപ്പൊ ഞങ്ങളിത് യഥാർത്ഥ മുടിയാണെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച് ഞങ്ങൾ കുറ്റക്കാരാന്ന് പറഞ്ഞേ. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞ യഥാർത്ഥ മുടിയല്ല.
അപ്പൊ ഇത് യഥാർത്ഥ മുടിയാണ് അഥവാ റസൂലുള്ളാഹിയുടെ മുടിയാണ് എന്ന് തെളിയിക്കൽ ആരെ ബാധ്യതയാണ്? ഇതൊന്ന് അന്വേഷിക്കുങ്ങള്. ഇത് ഞങ്ങളെ ബാധ്യത അല്ലല്ലോ. ഇത് ഇയാൾ വലിയ കോള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തിസാറുള്ള സനദുള്ള ആ നിലക്കുള്ള മുടിയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനം അല്ലാന്ന് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും പറയുമ്പോ ഒന്ന് ആൺകുട്ടിയായിട്ട് നിന്നാണ്ടേ, ചങ്കുറപ്പോടെ നിന്നിട്ടേ, ആണത്തത്തോടെ നിന്നിട്ട് ഇതാ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എന്നിട്ട് പോരെ അത് അംഗീകരിക്കാത്ത പോലെ അമൽ ബാത്തിലാന്ന് പറയല്. അത് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണ്ട. അപ്പൊ ഇതിന്റെ ചിന്തയിലേക്കാരോ ഒന്ന് പോയിട്ട് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി, മനസ്സിലാവും. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ല. അഥവാ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സനദും കൊണ്ടൊക്കെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വന്നാൽ ലാസ്റ്റ് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ അംഗീകരിക്കും. അപ്പൊ ഇവിടെ ധാരാളത്തിൽ വിധത്തിൽ ആൾക്കാരുണ്ടാവും. നിരകൻ ലാസ്റ്റ് കാര്യമാവില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് സംഭവിക്കൂല. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടാൻ അല്ലാതെ പറഞ്ഞല്ലോ. അത് കുറഞ്ഞു പോയാൽ കാര്യമാവില്ലെന്ന് ഉറപ്പല്ലേ? ആജാതി പരിപാടിയിട്ടല്ല ഇപ്പൊ ഈ നടക്കണേ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാന്ന് പറഞ്ഞിട്ട് ഏതോ നേരത്തെ പറഞ്ഞ അമ്മൂക്കെ പറഞ്ഞില്ലേ, ജാലിയവാലിന്റെ ആ തെരുവിലുള്ള മുടിയൊക്കെ പാടെ കൊണ്ടിട്ട് ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാന്ന് പറഞ്ഞാൽ അവിടെ ആളായി ഞാൻ പറയുന്നില്ല, അത് വേറെ വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ഞാൻ ഈ നരകത്തിൽ വേറെ ആളുണ്ടാക്കണോ വേണ്ടതെന്നുള്ളത് അതിന്റെ ആൾക്കാർ നരകത്തിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ചുരുക്കം എന്താ വെച്ചാൽ ഈ നിലക്ക് ആൾക്കാർ ഉണ്ടാകുമ്പോൾ അതിന്റെ ആ വിഷയത്തിൽ ടെൻഷൻ ആണ്ടില്ല. ചോദ്യം ഇസ്തിഹാസവുമായി ബന്ധപ്പെട്ട ചോദ്യം, മറ്റു ചോദ്യം കാര്യമായിട്ട് വിഷയത്തിൽ കിടക്കുമെന്ന് തോന്നുന്നു. അതായത് ഇസ്തിഹാസവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ പറയുമ്പോൾ അതിന് സനദില്ല, അതല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് സത്യത്തിൽ ഇതിനെ വിമർശിക്കാറ്. അങ്ങനെ തന്നെയാണ്, അത് മറുപടിയില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, സനദില്ലാത്ത എത്ര കാര്യങ്ങൾ മുജാഹിദുകളൊന്നും ചെയ്യുന്നുണ്ട്? അപ്പോൾ നിസ്കാരം തന്നെയാണെങ്കിൽ തന്നെ നിസ്കാരത്തിൽ തന്നെ സേവിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് മസ്ബൂക്കിൻ്റെ സേവിൻ്റെ സുജൂദ് അത് ശരിക്കും സനത്തുണ്ടോ ആവശ്യത്തിൽ? അപ്പോൾ മുജാഹിദ് സനദില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഇപ്പോൾ രക്തദാനം ഏതെങ്കിലും മുജാഹിദ് ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നുണ്ടെങ്കിലും ഇത് സംഭവമായി ബന്ധപ്പെട്ട് അതീത സനതുണ്ടോ? അപ്പോൾ മുജാഹിദ് അംഗീകരിക്കാൻ പറ്റിയ വിഷയങ്ങളിലേക്ക് സനത് വേണം, മറ്റു വിഷയത്തിന് അത് ആവശ്യമില്ല. ചിലപ്പോൾ മനസ്സിലാണത്. ഏതായാലും ഞങ്ങൾക്ക് സനദില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഗ്രാൻഡ് മുഫ്തി സനതാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സനത്, അത് സനദല്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കത് സനദാണ് എന്നാണോ മനസ്സിലായത്, അല്ലെന്നാണോ മനസ്സിലായത്? ഞങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി ഒരു ഷാര മുബാറക്ക് മസ്ജിദ് നിർമ്മിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് ചോദിക്കുന്നു ഒരു മുടി സൂക്ഷിക്കാൻ എന്തിനാണ് വലിയ പള്ളി എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഞങ്ങൾക്ക് സനത് ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഇനി രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഏതായാലും സനദില്ല, ഞങ്ങൾ മാത്രമല്ല സനദില്ലാത്തവർ, മുജാഹിദുകൾക്കും സനദില്ല എന്ന നിലക്കാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നന്നേ ചുരുങ്ങിയത് സനദില്ലാതെയാണ് നിങ്ങളുടെ നിലനിൽപ്പ് എന്നത് നിങ്ങൾ ഓർക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കണം. ചുരുക്കി പറഞ്ഞാലേ മൂപ്പര് കടപൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്പിക്കാർ ഇനി എന്തായാലും ഇനി വായിൽ നിങ്ങൾ തൊള്ളേ കയറ്റാൽ പോലും ഞങ്ങൾ കടിക്കൂല എന്നുള്ള കോലത്തിലുള്ളത്. കാരണം വെച്ചാൽ കടപൂട്ടാൻ തീരുമാനിച്ചതാണ്. കാരണം ഞങ്ങൾ സ്വർഗത്തിലേക്ക് പൊക്കണം, ബാക്കി ആരും സ്വർഗത്തിലേക്ക് വരണ്ടെന്നുള്ളിടത്താണ് അവരുള്ളത്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്ക് പോയിക്കോട്ടെ എന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? കടപൂട്ടാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മേലിൽ തെരുവിൽ കാന്തപുര സമസ്തക്കാരെ കണ്ടുപോകരുത്. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ബാക്കിയാരും നന്നാകണ്ടാന്ന് തീരുമാനിച്ച ഘട്ടത്തിലാണല്ലോ ഉള്ളത്. നിങ്ങൾ മാത്രം നന്നായാൽ മതി എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി മേലിൽ കാന്തപുര സമസ്തക്കാരെ റോട്ടുമേ കണ്ടുപോകരുത്. അതാണ് ആവശ്യപ്പെടാനുള്ളത്. സംഗതി അതൊന്നും അല്ലാന്ന് ഞങ്ങൾക്കറിയാം. സംഗതി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പണ്ടിങ്ങനെ പുഴവക്കത്ത് നിൽക്കുമ്പോൾ 3 പേരിങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു കരിമ്പുട ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു ചാടിക്കൂടാ എന്ന് പറഞ്ഞു, നല്ല മുന്തിയ സാധന എന്ന് പറഞ്ഞു. കൂടുതൽ ഒരുത്തിനെടുത്ത് ചാടി, ഒഴുകുന്ന പുഴയിലേക്ക് എടുത്ത് ചാടി നേരെ പോയി പിടിച്ച് കരിമ്പുട പിടിച്ചിട്ട് പിന്നെ മൂപ്പര് കരയിലേക്ക് വരില്ല, അതിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കരയിലുള്ള ആൾ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് പോരടാ, അതുകൊണ്ട് പോരെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് പോരാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഒരു പണി ചെയ്യ് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ വിട്ടേക്കാണ്, പക്ഷെ മറ്റേ ഈ കരിമ്പുട എന്നെ വിട്ടിട്ടില്ല. സംഗതി വലിയൊരു കരടിയായിരുന്നു അത്. മനസ്സിലായില്ലേ? കരിമ്പുട എന്ന് വിചാരിച്ച് കയറി പിടിച്ച് കരടിയാണ്. ഈ അവസ്ഥയിലാണ് അബൂബക്കർ മുസ്ലിയാരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ കടകൂട്ടാൻ തീരുമാനിച്ചാലും കരടിയെ പിടിച്ച് വള്ളത്തിൽ കിടക്കാൻ അബൂബക്കർ മുസ്ലിയാർ. ഇനി നിറന്തലക്ക് തല്ലിയാലും മൂപ്പര് കയറൂല. കാര്യം കരടി വിടണ്ടേ, ജാലിയാവാലയും മുടിയൊക്കെ വിടണ്ടേ, അങ്ങോട്ട് വിട്ട് കിട്ടൂല. അജാതി പിടിച്ചിരിക്കുന്നത്. അത് ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്ക് തിരിയുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ ചോദ്യത്തിലൂടെ മനസ്സിലായത്. എന്റെ അവസാനം മൂപ്പര് ചോദിച്ചു വെക്കണത് നിങ്ങളും സനദില്ലാത്ത കുറെ കാര്യം ചെയ്യണില്ലേ, അതുകൊണ്ടാണ് ഞങ്ങളും സനദില്ലാത്ത കുറെ കാര്യം ചെയ്യണത്, അപ്പൊ നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടെ എന്നാണ് അവസാനം ചോദിക്കണത്. പൊന്നുമക്കളെ, ഞങ്ങൾ സനദില്ലാത്തൊന്നും ചെയ്യുന്നില്ല. നേരെ പറ്റി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞില്ലേ എന്ത് അൽ ഇസ്നാദു മിനദ്ദീൻ. മനസ്സിലാക്കണം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഒരു അധ്യായമായി തന്നെ കൊണ്ടുവന്നതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അൽ ഇസ്നാദു അവിൽ അസ്നാദു മിനദ്ദീൻ വലൗല അൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. അത് ദീനാണ്.
ഇസ്ലാമാണ്. അപ്പൊ സനദില്ല എന്ന് പറഞ്ഞ ദീനല്ല നിങ്ങൾ ഈ പറയണേ. അൽ ഇസ്നാദു മിന ദീൻ, സനദ് എന്നുള്ളത് ദീനുള്ളതാണ്, ദീനാണത്, ദീനിൽ പെട്ടതാണത്. ദീനിന്റെ സനദ് വേണ്ടെന്ന് പറഞ്ഞാൽ ദീനില്ല എന്നാണ് മനസ്സിലായി. നിങ്ങൾ എക്സ് മുസ്ലിം ആകാൻ തീരുമാനിച്ചു എന്നതിന്റെ അർത്ഥം. അപ്പൊ ദീൻ തന്നെ വിടുകയാണോ? ഈ മുടിയുടെ പേരിൽ നിങ്ങൾ ദീൻ തന്നെ വിടുകയാണോ? ദീനിന്റെ കാമ്പാണ് സനദ്, മനസ്സിലാക്കണം. ആ സനദില്ലാതെ വന്നാൽ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ രക്തദാനത്തിന് സനദുണ്ടോ? ഉണ്ട്. നിങ്ങളെന്താ വിചാരിച്ച സനദില്ലാതെ രക്തദാനമെന്നോ? സനദില്ലാത്ത രക്തദാനമെന്നോ? മനസ്സിലാക്കണം. അതിനാ ഫിഖിന്റെ ഉലമാവ് കൂടിയിരിക്കണം സനദ് നോക്കാൻ, റസൂലുള്ളാഹിയിലേക്ക് ബന്ധപ്പെടുത്താൻ, അതുപോലെ തന്നെ തെളിവുകളിലേക്ക് ബന്ധപ്പെടുത്താൻ. അവയവദാനം സനദുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ അവയവദാനം ഇല്ല. കാരണം അത് ഖിയാസ് എന്ന് പറയുന്ന ദീനിന്റെ ഒരു വകുപ്പ് കൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഖിയാസ് എന്നാ പറയുന്നത്, അത് ദീനിൽ തെളിവുള്ളതാണ്, സനദുള്ളതാണ് ഖിയാസ്, അല്ല സനദില്ലാത്തതല്ല. നിങ്ങൾ വിചാരിച്ച് രക്തദാനം എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാൻ തുടങ്ങിയല്ലേ സനദുണ്ടാവൂല എന്നാ? സനദില്ലാത്തതൊന്നുമില്ല. അവിടെ മാത്രല്ല, നിങ്ങൾ നോക്കി LGBTQ എന്ന് പറഞ്ഞാൽ പുതിയതല്ലേ, അപ്പൊ അതിനെ എതിർക്കാൻ പറ്റുമോ? സനദില്ല. സനദുണ്ട്, എതിർക്കാനുള്ള സനദുണ്ട്. ഏത് വിഷയ? ദീനിന്റെ മുഴുവൻ കാര്യങ്ങളിലും സനദുണ്ട്. മനസ്സിലാക്കണം. അതാ ദീൻ. നിങ്ങൾ ദീൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ രൂപത്തിൽ മുടിയും പൊടിയുമല്ലാതെ ദീനിന്റെ ഉസ്ലൂബുകളെ സംബന്ധിച്ചോ ദീനിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്ഭുതപ്പെട്ടു പോകും ദീനിന്റെ കാര്യം. ദീനിൽ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ സനദുള്ളതാണ്, അതിനൊക്കെ പാരമ്പര്യമുള്ളതാണ്, ദലീലുള്ളതാണ്. ദീൻ ഒരു കാര്യവും പറയാതെ പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു കാര്യവും പറയാതെ പോകുന്നില്ല. ദീൻ എല്ലാ കാര്യങ്ങളും വളരെ സുന്ദരമായി വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അത് സനദോടുകൂടി തന്നെ ദീനിൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നുമുണ്ട്. അത് ഏത് വിഷയത്തിലാണെങ്കിലും അതിന് സനദില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടന്റെ ഗർജനം കേട്ടു. ഒരു സിനിമാ നടന്റെ ഗർജനം, അഥവാ നമ്മുടെ നാട്ടിൽ അശ്ലീലതകളെ നോർമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗമായി കൊണ്ട് ലെസ്ബിയൻ വിവാഹങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിൽ ആ രൂപത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ച നടത്തിയപ്പോ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചറബ് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ആയത്ത്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അതേ വിശ്വാസികൾക്കിടയിൽ ഫാഹിഷത്ത്, ഈ പറയുന്ന ജെൻഡർ മൈനോറിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് കടത്തിവിടുന്ന അശ്ലീലങ്ങൾ, ആ അശ്ലീലങ്ങൾ വ്യാപിക്കണം. ലെസ്ബിയൻ വിവാഹങ്ങൾ, ഗേ വിവാഹങ്ങൾ വ്യാപിക്കണം, ലൈംഗിക അരാജകത്വങ്ങൾ വ്യാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ട്. ദുനിയാവിലും അവർക്ക് ശിക്ഷയുണ്ട്, ആഖിറത്തിലും ശിക്ഷയുണ്ട് എന്ന ആയത്ത് കാണുമ്പോ ഈ ആയത്തിന്റെ അർത്ഥതലങ്ങൾ എന്ത് എന്ന് മുൻഗാമികളായ നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഉലമാ രേഖപ്പെടുത്തിയത് എന്താണെന്ന് പരിശോധിക്കുമ്പോ അവിടെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. ഫഇന്നല്ലാഹ ഖദ് തബഅദ ബിൽ അദാബി അലാ മുജറദി മഹബ്ബതി അൻ തശിഅൽ ഫാഹിഷതു ബിൽ അദാബിൽ അലീമി ഫി ദുനിയ വൽ ആഖിറ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ട് എന്ന് പറയുകയാണ്. അവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ ഇസ്ലാമിക കുടുംബങ്ങളിൽ ഫാഹിഷത്ത് വ്യാപിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. വഹാദിഹിൽ മഹബ്ബതു ഖദ് ലാ യഖ്തർനു ബിഹാ ഖൗലുൻ വലാ ഫിഅൽ. ഇത് പറയുന്ന ആൾ ചെയ്യുന്നില്ല. ആളുകൾ അങ്ങനെ ആകണം, ആളുകൾക്കിടയിൽ ഇത് വ്യാപിക്കണം എന്നല്ലാതെ ഇതിന്റെ ആള് ചെയ്യുന്നില്ല. അയാൾ ഗേയും അല്ല, ലെസ്ബിയനും അല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ മൈനോറിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഉയർത്തുന്ന ആളുമല്ല. പക്ഷേ മഹബ്ബത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഇത് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫകൈഫ ഇദ ഖതറന ബിഹാ ഖൗലുൻ ഔ ഫിഅൽ. ഇനി അതല്ല അതിന്റെ വാക്കും പ്രവൃത്തിയും കൂടി അതിനോട് യോജിച്ചാലോ ശിക്ഷ എത്ര വലുതാകും, അദാബ് എത്ര വലുതാകും. അഥവാ ഈ പറയുന്ന ഈ അരാജകത്വം അത് ഉണ്ടാകണം, അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് വ്യാപിക്കണം എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, ഇയാളും അതിന്റെ ആളാണ്, ഇയാളും അതിന്റെ കൊടി പിടിക്കുന്ന ആളാണ്, ഇയാളും അത്തരം ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ ഖൗലും അമലും കൂടി അതിനോട് ചേർന്നാൽ എത്ര അപകടകരമാണ്. ബൽ അലൽ ഇൻസാനി അയ്യുബഗള മാ അബ്ഗളല്ലാഹു അബ്ഗളഹുല്ലാഹു മിൻ ഫിഅലിൽ ഫാഹിഷതി വൽ കദ്ഫി ബിഹാ വ ഇശാഅതിഹാ ഫിൽ ലദീന ആമനൂ. അല്ലാഹു ഒരു കാര്യം വെറുത്താൽ, അള്ളാഹു ഗേ വേണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹു ലെസ്ബിയൻ ആകേണ്ടെന്ന് പറഞ്ഞാൽ, അത് ഫാഹിഷത്താണ് എന്ന് അല്ലാഹു പറഞ്ഞാൽ അതിനോട് വെറുപ്പ് കാണിക്കണം, അതൊഴിവാക്കണം, അത് വ്യാപിക്കുന്നതിനെ തൊട്ട് തടയണം. ഇനി അതല്ല വമൻ റളിയ അമല ഖൗമിൻ ഹുശ്റ മഅഹും. ഇനി അതല്ല ഒരാൾ ഈ പറയുന്ന അശ്ലീലതകൾ LGBT എന്നൊക്കെ പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. ഈ കാലഘട്ടത്തിലാണ് LGBT കമ്മ്യൂണിറ്റി, ക്യൂർ കമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള കമ്മ്യൂണിറ്റികളായി രൂപപ്പെടുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വരാനിരിക്കുന്ന ഈ അരാജകത്തിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. വമൻ റളിയ അമല ഖൗമിൻ ഹുശ്റ മഅഹും. ഒരു സമൂഹത്തെ ഒരുത്തൻ തൃപ്തിപ്പെട്ടാൽ പ്രതിഷേധിക്കുന്നില്ല, ഈ അശ്ലീലതകൾക്കെതിരെ പ്രതിഷേധിക്കുന്നില്ല, ഓൻ അവന്റെ വാടല്ലേ, അവന്റെ വിശ്വാസല്ലേ, അവൻ നരകത്തിൽ പോയിക്കോട്ടെ, ഞാൻ സ്വർഗത്തിൽ പോകാം എന്ന രൂപത്തിൽ മൻ റളിയ, ആരെങ്കിലും അതിനെ തൃപ്തിപ്പെട്ട് ആ രൂപത്തിൽ അവലംബിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഹുശ്റ മഅഹും, അവരുടെ കൂടെ ആഖിറത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടപ്പെടും. പ്രതിഷേധിച്ചില്ലെങ്കിൽ, പ്രതികരിച്ചില്ലെങ്കിൽ ഹുശ്റ മഅഹും, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ അവരുടെ കൂടെ ഇവരെയും ഹാജരാക്കപ്പെടും.
അബൂബക്കർ മുസ്ലിയാർ വ്യാജമൊഴി കൊണ്ടുവന്നിട്ട് അതിനോട് ആരും എതിർത്തിട്ടില്ലെങ്കിൽ അത് അബൂബക്കർ മുസ്ലിയാരല്ലേ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ അത് മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ്, സപ്പോർട്ടാണ്. അവന്റെ കൂടെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. LGBT കമ്മ്യൂണിറ്റിയുമായി സമൂഹത്തിൽ ഊരുചുറ്റുന്ന അരാജകത്വവാദികളെ ഒരുത്തരെ എതിർത്തിട്ടില്ലെങ്കിൽ അവരല്ലേ മനുഷ്യരല്ലേ, ഒരു നടക്കട്ടെ എന്ന രൂപത്തിലാണെങ്കിലോ നാളെ ആഖിറത്തിൽ അവരുടെ കൂടെ ആ മനുഷ്യൻ അവരുടെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്തവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് തെളിവ് പറഞ്ഞത് കമാ ഹുശിറത് ഇംറഅതു ലൂത്ത്, സനദ് ചേർക്കുകയാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല, നേരെ മറിച്ച് അതിന്റെ സനദ് കമാ ഹുശിറത് ഇംറഅതു ലൂത്തിൻ മഅഹും. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ലൂത്ത് നബിയുടെ സംഘത്തിന്റെ കൂടെയല്ല വരിക, നേരെ മറിച്ച് കാലഘട്ടത്തിലെ ഗേകളുടെ കൂടെയാണ്, ആ കാലഘട്ടത്തിലെ ലൈംഗിക അരാജകത്വവാദികളുടെ കൂടെയാണ്. മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ നാളെ ആഖിറത്തിൽ എഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോ ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് ഉലമാ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒരിക്കലും ലൂത്ത് നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടില്ല കേട്ടോ. ലൂത്ത് നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടില്ല. ലൂത്ത് നബിയുടെ ഭാര്യ മാത്രമല്ല, മാ ബഗത് ഇംറഅതു നബിയ്യൻ ഖത്ത്, ഒരു നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ല. വഹാദാ ഇജ്മാഉം മിനൽ മുഫസ്സിരീന, മുഫസ്സിറുകൾക്ക് ഇജ്മാ ഉള്ള കാര്യമാണത്. പിന്നെ എന്തുകൊണ്ടാണ് നാളെ ആഖിറത്തിൽ ലൂത്ത് നബിയുടെ ഭാര്യ ഗേകളുടെ കൂടെ എഴുന്നേറ്റ് വരുന്നത് എന്ന് ചോദിച്ചാൽ, നാളെ ആഖിറത്തിൽ അവരുടെ കൂടെ ലൂത്ത് നബിയുടെ ഭാര്യയും തള്ളപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവർ സപ്പോർട്ട് ചെയ്തു, മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടു. അവർ ആ പണിക്ക് പോയിട്ടില്ല. ഇത് രണ്ടിലുള്ള ഉത്തരാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വർത്താനം ഉണ്ടല്ലോ, എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ നരകത്തിൽ പോകാൻ ആള് വേണ്ടേ നിങ്ങൾ ചോദിച്ചല്ലോ. അങ്ങനെ അള്ളാഹു വിടൂല, പടച്ചവൻ അങ്ങനെ ഒരാളെ വിടൂല. നേരെ മറിച്ച് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങൾ ഏതൊരു സമൂഹമാണോ ആ രൂപത്തിൽ നരകത്തിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് സംയമനം പാലിച്ച് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്, അവരുടെ കൂടെ നിങ്ങളെ അള്ളാഹു വരുത്തുമെന്നുള്ളതാണ്. അവരുടെ കൂടെ അള്ളാഹു നിങ്ങളെ വരുത്തും എന്നുള്ളതാണ്. അതിന് സനദുണ്ടോ? സനദുണ്ട്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ ഉപമിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ സനദ് ചേർത്ത് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ദീനിന്റെ ചെറുതും വലുതുമായ ഏതു കാര്യമാണെങ്കിലും അത് 21-ാം നൂറ്റാണ്ടിൽ കടന്നു വന്നതാണ്, അല്ലെങ്കിൽ അതേ ഫെമിനിസത്തിന്റെ ഫോർത്ത് വേവായി കടന്നു വന്നതാണ് LGBTQ. അതിന് ഖുർആനിൽ ആയത്തുണ്ടാവൂല, ഹദീസ് ഉണ്ടാവൂല, അതിനെ എതിർക്കാൻ സനദുണ്ടാവൂല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. രക്തദാനമുണ്ട്, അത് പുതിയ കാലഘട്ടത്തിന്റെ പ്രതിഭാസമാണ്. ആ വിഷയത്തിൽ ധീരടപെടുമ്പോൾ അതിനൊന്നും സനദുണ്ടാകൂല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അവയവദാനം ഈ നൂറ്റാണ്ടിലുള്ള ഉണ്ടായതാണ്. ക്ലോണിംഗ് വിഷയം ഈ നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട് ദീനിന്റെ പരാമർശങ്ങൾ ഉണ്ടാവൂല. ഇനി അങ്ങനെ ഉണ്ടായാൽ അതിന് സനദുണ്ടാവൂല എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. നേരെ മറിച്ച് ഇതിനെല്ലാത്തിനും സനദുണ്ട്. സനദില്ല എങ്കിൽ അള്ളാഹുവിലേക്ക്, ദീനിലേക്ക്, ഖുർആനിലേക്ക് ചേർക്കാൻ പറ്റാത്തതാണ് എങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ സനദ് നോക്കണ്ട. വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ദുനിയാ കാര്യങ്ങൾ. കഴുതപ്പുറത്ത് സഞ്ചരിച്ചവൻ പിന്നീട് ചക്രം കണ്ടുപിടിച്ച് ചക്രം കൊണ്ടുവന്ന് മൃഗത്തിന്റെ മൂട്ടിൽ കെട്ടിവെച്ച് അങ്ങനെ വാഹനമാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മോട്ടോർ കണ്ടുപിടിച്ച് മൃഗത്തെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മോട്ടോർ വെച്ച് വലിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ദുനിയാവിന്റെ സങ്കല്പമുണ്ട്. പഴയ കാലഘട്ടത്തിൽ നിങ്ങൾ വീശിയിരുന്ന വിശറിയും പങ്കയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇലക്ട്രിക്കിൽ കറങ്ങുന്ന അല്ലെങ്കിൽ കറണ്ടിൽ കറങ്ങുന്ന ഫാൻ കണ്ടുപിടിച്ചാൽ അത് ഭൗതികമായ കാര്യമാണ്. അതിന് നിങ്ങൾക്ക് സനദ് വേണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ, നിങ്ങളുടേതായ കാർഷിക രംഗത്തെ കാര്യങ്ങൾ, നിങ്ങളുടേതായ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സനദില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ദീനാണോ നിങ്ങൾ പറയുന്നത്? ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവുമായി ബന്ധപ്പെട്ട, റസൂലുമായി ബന്ധപ്പെട്ട, ഗൈബുമായി ബന്ധപ്പെട്ട, ജിന്നുമായി ബന്ധപ്പെട്ട, മലക്കുമായി ബന്ധപ്പെട്ട, ആഖിറവുമായി ബന്ധപ്പെട്ട, അതുപോലെ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ദീനിയായ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അതിന് സനദ് ഉണ്ടായേ പറ്റൂ. സനദില്ലെങ്കിൽ മർദൂദ്, അത് തള്ളപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിന് മുജാഹിദുകൾ തയ്യാറാകുമോ? നിങ്ങളും സനദില്ലാതെ കുറെ കാര്യങ്ങൾ, ഞങ്ങളും സനദില്ലാതെ കുറെ കാര്യങ്ങൾ, അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകാമെന്നുള്ളതാണെങ്കിൽ ദീൻ അത് സമ്മതിക്കുന്നില്ല, ദീനീയായ കാര്യങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പ്രിയപ്പെട്ട ചോദ്യകർത്താവ് മനസ്സിലാക്കണമെന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. ഒമ്പത് 53 അവസാന ചോദ്യം. അപ്പോൾ സനദില്ലെങ്കിൽ മൊത്തം മർദൂദാണ് എന്നാണ് ഇപ്പോൾ മറുപടി പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചോദ്യം, സനദില്ലാത്തതാണ് നിങ്ങൾ കുത്തുബ പരിഭാഷപ്പെടുത്തുന്നത്. കാരണം സനദില്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്ജത്ത് വദാലു ലസദ്ദാജിയും സഹാബാക്കളായിട്ടാണ് അവിടെ വന്നത്. അവിടെ കുറഞ്ഞ സഹാബാക്കൾ മാത്രമേ മക്കയിൽ മദീനയുള്ളൂ. മറ്റുള്ള സഹാബാക്കളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, അനറബി രാജ്യങ്ങളിലേക്കൊക്കെ അവർ ഇസ്ലാമത്തെ പ്രബോധനം നടത്തിയിട്ടുണ്ട്. അവരുടെ ഭാഷയിലാണ് കുത്തുബ നടത്തിയത് എന്ന് നിങ്ങൾ തെളിയിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇവിടെ കുത്തുബ പരിഭാഷപ്പെടുത്താം. മനസ്സിലാക്കുന്നു കരുതുന്നു. അനറബി ഭാഷയിൽ സഹാബാക്കൾ ചെന്നപ്പോൾ അവിടെ അറബി ഭാഷയിലാണ് അവർ കുത്തുബ ഓതിയത് എന്നാണ് എൻ്റെ അറിവ്. അത് വെച്ചിട്ട് അതല്ലെങ്കിൽ അവർ കുത്തുബ പരിഭാഷപ്പെടുത്തിയത് അവിടുത്തെ ഭാഷയിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ സനദും കൂടി പറഞ്ഞാൽ ഇത് കഴിയുമെന്ന് നിൽക്കറിയാം. നിങ്ങൾക്ക് എന്താ സനദ് പറയാൻ കഴിയുമെന്ന് നിൽക്കറിയാം. അതൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ അതിന് സനദുണ്ട്, അങ്ങനെ ചോദിച്ചാൽ മതി. സനദ് എന്താന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് തരും. ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതാനി,
യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ. അതാണ് എൻ്റെ സനദ്. മനസ്സിലാക്കണം. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലിന്നബി ഖുതുബത്താൻ, അള്ളാഹുവിന്റെ റസൂലിന് 2 ഖുതുബകളുണ്ട്. യജ്ലിസു ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിൽ റസൂലുള്ളാഹി ഇരിക്കാറുണ്ട്. എന്താണ് ഖുതുബയിൽ നബി ചെയ്യുന്നത്? യഖ്റഉൽ ഖുർആന, ഖുർആൻ നബി ഓതും. വയുദക്കിറുൻ നാസ, സനദ് മനസ്സിലായി, ജനങ്ങൾക്ക് അത് വിവരിച്ചു കൊടുക്കും. കണ്ടോ, ഇതാണ് റസൂലുള്ളാഹിയുടെ ഖുതുബ. അത് ഏത് ഭാഷയിൽ? അറബിയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏത് പള്ളിയിൽ വന്നാലും ഖുതുബ അറബിയിലാ. അറിയില്ലല്ലേ? അറബിയിലാണ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ എന്നിങ്ങനെ തുടങ്ങും. എന്നിട്ടോ അതെ അള്ളാഹുവിന്റെ റസൂൽ നിർവഹിച്ചതുപോലെ ആ ഹംദും സ്വലാത്തും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ തഖ്വ കൊണ്ടുള്ള വസിയ്യത്തും അതൊക്കെ അറബിയിൽ എങ്ങനെ പറയാ? അയ്യുഹന്നാസു ഉസീകും ഇബാദല്ലാഹ് അവലം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്നിട്ട് ആയത്ത് ഇങ്ങനെ അറബിയിൽ അങ്ങോട്ട് ഓതുക, അല്ല പരിഭാഷ വായിക്കല്ല, അറബിയിൽ ഇങ്ങനെ ഓതും. ഉദാഹരണം പറഞ്ഞാൽ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നെങ്കിൽ നേരത്തെ ഓതിയ പോലെ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അറബിയിൽ അങ്ങോട്ട് ഓതല്. എന്നിട്ട് വയുദക്കിറുൻ നാസ, അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. മനസ്സിലായോ? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ രണ്ടും ആ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഇനി അറബികളായ ആളുകളാണെങ്കിൽ അറബിയിൽ പൂർണ്ണമായും വിശദീകരിച്ചു കൊടുക്കും. അറബി തന്നെ പറയും. പിന്നെ അവിടെ മലയാളം ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. ഇത് അതിന് സനതുള്ളത് കൊണ്ടാണ് നമ്മുടെ അബൂബക്കർ മുസ്ലിയാരുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആള് ഉറുദുവിലായിരുന്നു ഖുതുബ നടത്തിയിരുന്നത്. മനസ്സിലായോ? ഉറുദുവിലാണ്. ബാംഗ്ലൂരിൽ അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി, പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് അതേ ഉറുദുവാല. അദ്ദേഹം അവിടെ ബാംഗ്ലൂരിൽ ഉറുദുവിലാണ് ഖുതുബ നടത്തിയിരുന്നത്. മനസ്സിലായി? സനതുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ തന്നെ നിരവധി പള്ളികൾ, മഞ്ചേരി പള്ളിയിലില്ലേ സെൻട്രൽ ജുമാ മസ്ജിദ് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ എങ്ങനെയാണ്? ഇതേ രൂപത്തിൽ തന്നെയാണ്. പെരുമാളിന്റെ പള്ളിയിൽ കുറെ കാലം എങ്ങനെയായിരുന്നു. അപ്പം മാത്രമല്ല ഷാഫി മദ്ഹബിൽ അടക്കം അതേ ആ വിഷയത്തിൽ ആ രൂപത്തിൽ ആ തവാബിഉകൾ മറ്റു ഭാഷകളിൽ പറയാം, ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച സജീവമായ ചർച്ചയുണ്ട്. വേണ്ട, നിങ്ങൾക്കത് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അതേ ഖുതുബ പരിഭാഷ ഹറാമാണ് എന്നാണ് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടൂരേക്ക് വണ്ടി കയറിയാൽ മതി. അവിടെ ഉണ്ട് നജീബ് മുസ്ലിയാർ. ഈ വിഷയത്തിൽ മാത്രം ഈ സമസ്തക്കാരുടെ വാദം ശരിയല്ല ഖുതുബയുടെ വിഷയത്തിൽ എന്ന കാര്യത്തിൽ വാദപ്രതിവാദം നടത്താൻ സദഖത്തുള്ള മുസ്ലിയാരും സദഖത്തുള്ള മുസ്ലിയാരുടെ ശിഷ്യനായ നജീബ് മുസ്ലിയാരും ഒക്കെ ഒരുക്കാണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയോ ധരിച്ചു വെക്കുക. അതൊന്നും സനദില്ലാതെ നിങ്ങൾ അങ്ങോട്ട് ഊഹിക്കുക. നിങ്ങളുടെ മുടി പോലെയാണ് അള്ളാന്റെ ദീന, നിങ്ങൾ അങ്ങോട്ട് തെറ്റിദ്ധരിക്കുക. ഇത് അള്ളാന്റെ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന സപ്താകാശങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് അവതരിപ്പിച്ച വിശുദ്ധമായ വഹയിന്റെ ശക്തമായ പിൻബലമുള്ള പ്രൗഢമായ മതം, അതാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ വാലാന്റെ മുടിയല്ലിത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനാണ്. ഇതിന് ആധികാരികതയുണ്ടാകും, ഇതിന് സനദുണ്ടാകും, ഇതിന് പ്രമാണം ഉണ്ടാകും. ആലിമുകൾ അത് ചർച്ച ചെയ്യും, വിവരമുള്ളവർ അത് മനസ്സിലാകും. മാത്രമല്ല അള്ളാഹുവിനെ ഭയമുള്ളവർ അത് ഉൾക്കൊള്ളും. ആ നിലക്ക് ആ സിറാത്തുൽ മുസ്തഖീം താബിഉകളായി താബിഉകളായി തുടർന്നുകൊണ്ട് ആ സിറാത്തുൽ മുസ്തഖീം അൻഅമല്ലാഹു മഅൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറഞ്ഞില്ലേ? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ. അല്ലാഹു നിഅമത്ത് ചെയ്തവർക്കാണ് അതിൽ ചേരാൻ കഴിയുക, കണ്ടുചേരാൻ കഴിയുക, സനദിൽ ചേരാൻ കഴിയുക. ആ സനദിൽ ചേർന്നുകൊണ്ട് വരിവരിയായി ഒന്നിനെ തുടർന്ന് ഒന്ന് പിടിച്ച് ആ വലിയ ചങ്ങല വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാലം ഫിസ്വാമ ലഹാ എന്ന് ഖുർആൻ പറഞ്ഞ ആകാശബന്ധിതമായ ആദർശം ഹബ്ലും മംദൂദുൻ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു ഇട്ടു തന്ന കയർ, ആ കയറിൽ പിടിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഉയരാൻ, ഇല്ലിയീനിലേക്ക് ഉയരാൻ, സ്വർഗ്ഗത്തിലേക്ക് ഉയരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരുന്നായി കൊടുക്കുന്ന അവന്റെ ആ മഹാവിരുന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ അതിന് റബ്ബിന്റെ തൗഫീഖ് വേണം, അധ്വാനം വേണം, പരിശ്രമം വേണം, പഠനം വേണം, ജിഹാദ് വേണം, പോരാട്ടം വേണം, അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും വേണം. മറ്റുള്ളവർ കൂടി ഹിദായത്തിന്റെ വഴിയിലേക്ക് വരണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഏറ്റവും ഉന്നതമായ ദൗത്യം. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത് എന്താ? റബ്ബിന്റെ പ്രഖ്യാപനം. മുഹമ്മദ് റസൂലുള്ളാഹിയെ നോക്കി അല്ലാഹുവിന്റെ പ്രഖ്യാപനം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ റസൂൽ നോക്കി അല്ലാഹു പറഞ്ഞ വാചകമാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ആ ദഅവത്തിനോടൊപ്പം കൊണ്ടുവരികയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് എന്ന അല്ലാഹുവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്, താബിഈ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് നൽകിയ വിശദീകരണം എന്താണെന്നറിയോ? അല്ലാഹുവിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, സൽക്കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അത് ആരെ പറ്റിയാണല്ലോ പറയുന്നത്? അതേ ഹാദാ റസൂലുള്ളാഹ്, ഹാദാ ഹബീബുള്ളാഹ്, ഹാദാ വലി
വലിയുല്ലാഹ്, ഹാദാ സഫ്വത്തുല്ലാഹ്, ഹാദാ ഖിറത്തുല്ലാഹ്, ഹാദാ അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളയുടെ മുടി എന്ന് പറഞ്ഞ തട്ടിപ്പല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ജീവിച്ച റസൂലുണ്ട്, കഴിഞ്ഞ റസൂലുണ്ട്. ആ റസൂലിന്റെ പ്രത്യേകത ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകി എന്നുള്ളതാണ്. അതാണ് അള്ളാഹ് പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അത് അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കുകയും തൗഹീദ് പറയുകയും ദഅവത്ത് ചെയ്യുകയും ആ ദഅവത്ത് ചെയ്യുമ്പോൾ തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അഥവാ അജാബല്ലാഹ ഫീ ദഅവതിഹി, അള്ളാഹ് വിളിച്ചടത്തേക്ക് ചെല്ലുകയാണ്. അള്ളാഹ് വിളിച്ചത് തൗഹീദിലേക്കാണ്, അള്ളാഹ് വിളിച്ചത് ഇത്തിബാഇലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് നീതിയിലേക്കും നന്മയിലേക്കുമാണ്. അജാബല്ലാഹ ഫീ ദഅവതിഹി, അള്ളാഹ് വിളിച്ചതിന് ഉത്തരം കൊടുക്കുകയാണ്. ആ ഉത്തരം കൊടുത്ത് ഞാനും എൻ്റെ ആളുകളും അല്ലെങ്കിൽ എൻ്റെ കുട്ടിയോളും എൻ്റെ കെട്ടിയോളും എന്ന നിലക്ക് ഒതുങ്ങിക്കൂടുകയല്ല. വദഅന്നാസ ഇലാ മാ അജാബല്ലാഹ ഫീഹി മിൻ ദഅവതിഹി, അള്ളാഹുവിന് ഉത്തരം കൊടുത്ത കാര്യത്തിൽ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയ വിഷയത്തിൽ തന്നിൽ ഒതുക്കാതെ മറ്റുള്ളവരോടും അത് തുറന്നു പറഞ്ഞ്, ആളുകളോട് ആദർശം പറഞ്ഞ്, ആളുകളോട് തൗഹീദ് പറഞ്ഞ്, ശിർക്കിനെതിരെ പോരാടി, ബിദ്അത്തിനെതിരെ പോരാടി ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ഉസ്വത്ത്, ആ ഉസ്വത്തിന് വേണ്ടി സമൂഹത്തോട് പോരാടി വഅമില സ്വാലിഹൻ ഫീ ഇജാബതിഹി, അല്ലാഹുവിന് ഉത്തരം നൽകി മറ്റുള്ളവരോട് ആദർശം പറയുന്നതോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ട് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അഭിമാനത്തോടെ ഏത് ഫാഷിസ്റ്റ് ശക്തികളാണെങ്കിലും, ഏത് അധികാര കേന്ദ്രമാണെങ്കിലും, ഏത് സൈനിസത്തിന്റെ വക്താക്കളാണെങ്കിലും തന്നെ കൊല്ലാനും അടിക്കാനും ബോംബെറിയാനും കാത്തു നിൽക്കുന്നവന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ആദർശം ഞാൻ മാറ്റിവെക്കില്ല, എന്റെ വിശ്വാസം ഞാൻ മാറ്റിവെക്കില്ല, എന്റെ മക്കളെ നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കിയാലും, എന്റെ മാതാപിതാക്കളെയും എന്റെ ഉപ്പമാരെയും നിങ്ങൾ കൊന്നൊടുക്കിയാലും, അതുപോലെ തന്നെ എന്റെ ഭവനം നിങ്ങൾ തകർത്തെറിഞ്ഞാലും, വീടും നാടുമില്ലാതെ അഭയാർത്ഥിയായി അലയേണ്ടി വന്നാലും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണടാ എന്ന് ഏത് സാമ്രാജ്യത്വ ശക്തിയുടെയും ഏതൊരു ഫാഷിസ്റ്റിന്റെ മുന്നിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്ന ഒരു സംസ്കാരം ലോകത്തിന് പകർന്നു നൽകിയ മഹാഗുരുവിന്റെ പേരാണ് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് അള്ളാഹു ആ റസൂലിനെ പരിചയപ്പെടുത്തിയപ്പോ ആവേശത്തോടെ ഹസനുൽ ബസരി പറയുന്നത്, ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ടെന്നുള്ള ചോദിച്ച വ്യക്തി അത് മറ്റാരുമല്ല റസൂലുള്ളാഹി ഹബീബുല്ലാഹി വലിയുല്ലാഹി അഹബ്ബു ഖൽഖി ഇലല്ലാഹ്. അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവനായ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തവരായ അള്ളാഹുവിന്റെ റസൂലായ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണത്. എങ്കിൽ സഹോദരാ, ആ റസൂലുള്ളാഹിയെ ഫോളോ ചെയ്യാനാണല്ലോ നമ്മോട് കൽപ്പിച്ചത്. ആ റസൂലുള്ളാഹിയെ പിൻപറ്റാനാണ് അല്ലാഹ് കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മഹബ്ബത്തിന് വേണ്ടി റസൂലുള്ളാഹിയോടൊപ്പം ചലിക്കാനാണ് അല്ലാഹ് കൽപ്പിച്ചത്. അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്ന മുടിയോ പൊടിയോ ആ രൂപത്തിൽ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടല്ല ബറക്കത്തെടുക്കേണ്ടത്. നേരെ മറിച്ച് തബറുക്കൂ ബി ആഥാരില്ലാഹി വ ആഥാരിൻ നബി അയൽ ഖുർആൻ വസ്സുന്ന. അള്ളാഹുവിൻ്റെതാണെന്ന് ഉറപ്പുള്ള ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, റസൂലുള്ളാഹിയുടേതാണെന്ന് ഉറപ്പുള്ള പ്രവാചകന്റെ ശരീരം നമ്മുടെ കയ്യിലുണ്ട്. ഉറക്കിലും ഉണർവിലും നടപ്പിലും കിടപ്പിലും കിതപ്പിലും രോഗശയ്യയിലും അതുപോലെ തന്നെ ജീവിതത്തിൽ കച്ചവടം നടത്തുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും കേശാലങ്കാരം ചെയ്യുമ്പോഴും ചെരിപ്പിടുമ്പോഴും കുളിക്കുമ്പോഴും ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴും ബെഡ്റൂമിൽ വന്ന് ചാഞ്ഞു കിടക്കുമ്പോഴും സർവ്വസമയത്തും തബറകൂ ബി ആഥാരിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാർ കൊണ്ട് ബർക്കത്തെടുത്തോ. ആ ആധാർ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഉസ്വത്താണ്, മുഹമ്മദുർ റസൂലുള്ള പഠിപ്പിച്ച സംസ്കാരമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ ഈ സംഗമം, ഈ ഇരുത്തം, ഈ പ്രവർത്തനം കാര്യമാകട്ടെ, കാരണമാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പണിയെടുത്ത് പരിശ്രമിച്ച് അധ്വാനിച്ച വ്യക്തിത്വങ്ങൾ അവരാരായിരുന്നാലും, അവരേത് ചെറിയ അധ്വാനമാണെങ്കിലും വലിയ അധ്വാനമാണെങ്കിലും അതിലേക്ക് ഇടപെട്ട മുഴുവൻ ആളുകൾക്കും നാളെ ആഖിറത്തിലും അവരുടെ ഖബറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറഞ്ഞ പ്രതിഫലം നൽകുമാറാകട്ടെ, ഖബറിൽ പ്രകാശം നൽകുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ കൊണ്ട്, അതേ തുടിക്കുന്ന ഹൃദയം കൊണ്ട് പ്രവാചകനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ സമയം നമുക്ക് അനുകൂലമാക്കി തന്നവർ ആരായിരുന്നാലും, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ ആരായിരുന്നാലും അല്ലാഹു അവർക്കെല്ലാവർക്കും നിറഞ്ഞ പ്രതിഫലം ഇഹത്തിലും ആഖിറത്തിലും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.